ഹായ് അസ്സലാമലൈക്കും. പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളും? അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ ഒരു വല്ലാത്തൊരു വയ്യായ്ക പോലെയൊക്കെ തോന്നി തലേൻ്റെ അകത്ത്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു തലകറക്കം. അപ്പോൾ തലകറക്കം സാധാരണ ഇടയ്ക്ക് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. പക്ഷേ ഇന്നെന്തോ റെസ്റ്റ് ചെയ്തിട്ടൊന്നും മാറുന്നില്ല കേട്ടോ. തലേൻ്റെ അകത്തൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുന്നു, ഒരു കനം പോലെയൊക്കെ. അപ്പോൾ സുബൈർക്ക് പറഞ്ഞാൽ നമുക്കൊന്ന് ബി പി ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ രാവിലെ തന്നെ മോൾക്ക് പോകണമല്ലോ. അപ്പോൾ അതിന് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി മോളെ കൊണ്ടുപോയാക്കാൻ പോയിരിക്കുക സുബൈർക്ക്. അപ്പോൾ തിരിച്ച് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ലാബ്. മക്കളൊക്കെ ഇന്നുണ്ട്, സ്കൂളില്ലാത്തതല്ലേ. അപ്പോൾ അവർ ഉറങ്ങണേണ്. അപ്പോൾ അവർ ഉണരുന്നതിന് മുൻപ് തന്നെ പോയി വരണം. അടുത്ത് തന്നെയാണ് ലാബ്. എനിക്കിതൊക്കെ ചെക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷെ സുബൈർക്ക് സമ്മതിക്കില്ല. സുബൈർക്ക് പറയും ചെയ്യണം എന്ന് പറഞ്ഞ് സുബൈർക്കാൻ്റെ നിർബന്ധത്തിലാണ് ഞാനീ പോണത്. ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ തട്ടിമുട്ടിയും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മാറും. എനിക്കിങ്ങനെയൊന്നും പോണതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ലാഭെത്തി. അവിടെ ചെന്നപ്പോഴോ ആരുമില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സുബൈർക്ക് അവിടെ ഇരുന്ന് ചെറിയൊരു പാട്ടൊക്കെ പാടി അങ്ങനെ ഇരുന്ന് അവിടെ 5 മിനിറ്റിന് ശേഷമാണ് ഞങ്ങൾ വിളിച്ചത്. അപ്പോൾ സുബൈർക്കാക്ക് ഓൾറെഡി ഇതുണ്ട് കേട്ടോ, പ്രഷറുള്ള ആളാണ്. ആൾ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ആൾ മരുന്നൊക്കെ മുടക്ക് വരുത്തും. പിന്നെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്ക് നല്ല കൂടുതലായിരിക്കും. പിന്നെ ആൾക്ക് കുറച്ച് ദിവസത്തേക്ക് പേടിയായിരിക്കും. ആളങ്ങനെ വീണ്ടും മരുന്ന് മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. അപ്പോൾ എന്നെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആളൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇരുന്നു. പിന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് പേടിക്കാനൊന്നുമില്ല, കുറച്ച് കൂടുതലുള്ളൂ, അത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഉറക്കമില്ലായ്മയിലും വരും എനിക്കിങ്ങനെ തലകറക്കം. അപ്പോൾ അതാണ് അവർ പറഞ്ഞത്, നോർമലാണ്, പേടിക്കേണ്ടതെന്ന് പറഞ്ഞു. സുബൈർക്കാക്ക് ഇതേപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ സുബൈർക്കാൻ്റെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ സുബൈർക്ക പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല കൂടുതലായിരുന്നു. പിന്നെ ആൾക്ക് പേടിയൊക്കെ വന്ന് പിന്നെ ഇപ്പോൾ അതേ എൻ്റെ ഒപ്പം വന്നപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമാധാനമായി. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ചെന്നിട്ട് വേണം, മക്കളെയും കൊണ്ട് പോകണം. മക്കൾക്ക് തീരെ വയ്യാത്തതാണ്. അപ്പോൾ അവരൊന്ന് ഹോമിയോ ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോകണം. അപ്പോൾ ചെന്നതിന് ശേഷം അവരൊന്ന് ഉണർത്തി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ അവരെ 3 ആളായിട്ട് ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ അവിടെ ഡോക്ടറില്ല. അവർക്ക് ഹോമിയോ മരുന്നാണ് കൊടുക്കാറ്. പിന്നെ ചുമയും പിന്നെ കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ചെന്ന് മരുന്നൊക്കെ വാങ്ങിച്ചതാണ്. അപ്പോൾ ആ മരുന്ന് തീർന്ന് വീണ്ടും കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അതാണ് വീണ്ടും വന്നത്. അപ്പോൾ വന്നപ്പോൾ ഡോക്ടറില്ല. മക്കളാണെങ്കിൽ ഹോമിയോ മരുന്ന് മാത്രം കഴിക്കുള്ളൂ. അവർക്ക് ഇംഗ്ലീഷ് മരുന്ന് തീരെ പിടിക്കില്ല. ഇതാകുമ്പോൾ നേരത്തിന് വന്ന് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളൂ. നമ്മൾ മറന്നാൽ അവർ മറക്കൂല. അവർക്ക് അത്ര ഇഷ്ടമാണ് ഹോമിയോ മരുന്ന്. പിന്നെ എന്താ ചെയ്യുക, പിന്നെ ഞങ്ങൾ ഡോക്ടർ എഴുതി തന്നത് തന്നെ രണ്ടാമത് ആ ചേച്ചി ഞങ്ങൾക്ക് എടുത്ത് തന്നു. ഇനി കുറവില്ലെങ്കിൽ തിങ്കളാഴ്ച വന്ന് കാണിക്കാൻ പറഞ്ഞു. തിങ്കളാഴ്ച ഡോക്ടർ ഉണ്ടാകുമെന്ന് പറഞ്ഞു. മക്കൾക്കാണെങ്കിൽ ആ കല്യാണ വീട്ടിൽ വന്ന സന്തോഷമാണ്. കണ്ടില്ലേ പൊന്നൂസിൻ്റെ ഓട്ടവും ചാട്ടമൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മക്കളെയും കൊണ്ട് പോയി, ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി, മക്കളുടെ കാര്യത്തിലും സമാധാനമായി. ഇനിയിപ്പോൾ കുറവില്ലെങ്കിൽ മാത്രം തിങ്കളാഴ്ച വന്നാൽ മതിയല്ലോ ഡോക്ടറെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഒത്തിരി ദിവസമായി ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഇതിനൊക്കെ ഇറങ്ങിയപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.